നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന വായു കൊണ്ട് പെട്രോൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു ഓയിൽ വെല്ല് വേണ്ട, ഒരു ഡ്രില്ലിംഗ് മെഷീൻ വേണ്ട, ഒരു ഗൾഫ് രാജ്യത്തിന്റെ സഹായവും വേണ്ട. ആകെ വേണ്ടത് എയറും വാട്ടറും മാത്രം. ഞാനിപ്പോ പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ മൂവിയിലെ കഥയല്ല. നമ്മുടെ റിയൽ ലൈഫിൽ ജപ്പാൻ എന്ന രാജ്യം വികസിപ്പിച്ചെടുത്ത ഒരു ഫ്യൂവലിനെ കുറിച്ചാണ്. വെറുതെ വികസിപ്പിച്ചെടുക്കുക മാത്രമല്ല, അത് പ്രാക്ടിക്കൽ ആയിട്ട് അവർ ചെയ്ത് കാണിക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയധികം വിജയിച്ച ആ ഒരു പ്രൊജക്ട് അവർക്ക് പെട്ടെന്ന് ഒരു ദിവസം നിർത്തേണ്ട വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫ്യൂവൽ എന്താണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നും അതിന്റെ പ്രത്യേകത എന്താണെന്നും അവരെന്തുകൊണ്ടാണ് ഈ പ്രൊജക്ട് നിർത്തിവെച്ചതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ഫ്യൂവലിന്റെയും ബേസിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. ജപ്പാനിലെ എനിയസ് എന്ന് പറഞ്ഞ ഭീമൻ റിഫൈനറി കമ്പനി ഈ പറയുന്ന ഹൈഡ്രോ കാർബണിനെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് പരിപാടി. ഇതിനെ കാർബോ ന്യൂട്രൽ ഫ്യൂവൽ എന്നും സിന്തറ്റിക് ഫ്യൂവൽ എന്നും എയർ ഫ്യൂവൽ എന്നും എല്ലാം പറയും. പ്രധാനപ്പെട്ട 3 സങ്കീർണമായ സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു ഫ്യൂൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ അന്തരീക്ഷത്തിലെ വായു ഡയറക്റ്റ് എയർ ക്യാപ്ചർ എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വലിച്ചെടുത്ത് അതിലെ കാർബൺ ഡൈ ഓക്സൈഡ് വേർതിരിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വെള്ളത്തിൽ കൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടിട്ട് അതിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിക്കുക എന്നതാണ്. ഇലക്ട്രോളിസിസ് എന്ന പ്രോസസ്സിലൂടെയാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് 1 നിന്നും സ്റ്റെപ്പ് 2 നിന്നും കിട്ടിയ കാർബണും ഹൈഡ്രജനും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഫിസിക്കൽ ട്രോസ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെ വലിയ മർദ്ദത്തിലും താപനിലയിലും ഇട്ടിട്ട് ഈ കാർബണും ഹൈഡ്രജനും കൂടി യോജിപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ ലിക്വിഡ് ഫോമിലുള്ള ഈ ഫ്യൂവൽ ഉണ്ടാവുന്നത്. പ്രതിദിനം 1 ബാരലോളം ഫ്യൂവലാണ് അവർ ഉണ്ടാക്കിയിരുന്നത്. ഇതൊരു വെറുതെ ഉണ്ടാക്കുക മാത്രമല്ല, 2025 ജപ്പാനിലെ ഒസാക്ക എന്ന സ്ഥലത്ത് നടന്ന എക്സ്പോയിൽ ഒരു ഷട്ടിൽ ബസ് വരെ ഈ ഒരു സിന്തറ്റിക് ഫ്യൂവൽ ഒഴിച്ചിട്ട് അവർ ഓടിച്ചു. ഈ ഒരു ഫ്യൂവല് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഏതൊരു ഡീസൽ പെട്രോൾ വണ്ടിയിലും ഒരു മോഡിഫിക്കേഷൻ വരുത്താണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ പ്രത്യേകത. അതുമാത്രമല്ല, ഈ ഒരു കാലത്ത് ഹരിതഗൃഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വളരെയധികം കൂടുതലാണ്. അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫ്യൂവൽ വരാണെങ്കിൽ അതിന് വളരെയധികം കൺട്രോൾ ഉണ്ടാവും. അത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഒരു ഫ്യൂവൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വളരെയധികം കാർബണിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയുള്ള കുറെ അധികം കാർബൺ ഡൈ ഓക്സൈഡ് ഇത് വലിച്ചെടുക്കും. കാറുകളിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് പുറന്തള്ളുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡും ഈ ഒരു ഫ്യൂവൽ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ലൂപ്പ് പോലെ പോയിക്കൊണ്ടിരിക്കും. അതിനാൽ നമുക്കൊരു പകുതി വരെ ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്ട്സ് കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഈ ഒരു ഫ്യൂവൽ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ വരെ ഇമ്പോർട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാമാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിട്ട് കൂടിയും പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം നിർത്തി വെക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇത് നിർത്താനായിട്ടുള്ള ആദ്യത്തെ കാര്യം ഇതിന്റെ എക്സ്പെൻസ് തന്നെയാണ്. ഈ ഒരു ഫ്യൂവൽ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പെട്രോൾ ഉണ്ടാക്കുന്നതിലും പല മടങ്ങ് ഇലക്ട്രിസിറ്റി വേണം. അതുകൊണ്ട് ഇത് എക്കണോമിക്കലി വയബിൾ അല്ല. ഇത് ഉണ്ടാക്കാനുള്ള എക്സ്പെൻസ് ഈ കമ്പനിക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായി. പിന്നെ ആകെ ഒരു ദിവസം ഇവർക്ക് 1 ബാരൽ ഫ്യൂവൽ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. അത് ഈ വാണിജ്യ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വളരെയധികം കുറവാണ്. അതുമാത്രമല്ല, ഈ കാർബോ ന്യൂട്രൽ ഫ്യൂവലിനെക്കാട്ടും ലാഭവും എഫിഷ്യൻസിയും ബയോ ഫ്യൂവലിലാണെന്ന് അറിഞ്ഞപ്പോൾ ഈ കമ്പനി ഇതിന്റെ ഫുൾ ഫോക്കസ് ബയോ ഫ്യൂവലിലേക്ക് കൊണ്ടുപോയി. അതും ഈ ഒരു സിന്തറ്റിക് ഫ്യൂവൽ നിർത്താനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ഭാവി തന്നെ മാറ്റിമറിയാൻ കെൽപ്പുള്ള ഈ ഒരു ഫ്യൂവലിന്റെ പ്രൊഡക്ഷൻ നിർത്തിവെക്കാനുള്ള കാരണം. കുറെ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് എക്കണോമിക്കലി നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും. അന്നൊരു കാലത്ത് ചിലപ്പോൾ നമ്മൾ ഇതുപോലെ എയറിൽ ഉണ്ടാക്കി ഫ്യൂവൽ വെച്ചിട്ട് നമ്മൾ വണ്ടി ഓടിച്ചൊന്നും വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെങ്കിൽ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ ഈ ലോകത്ത് നടക്കുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ന് എത്തിച്ചേരാൻ ഞാൻ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.